എറണാകുളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒന്ന് വൈറ്റിലെയും ഒന്ന് എടപ്പള്ളിയുമാണ്. വൈറ്റിലെ ഒരു രക്ഷയില്ല. അപ്പം ഈ ബ്ലോക്ക് പ്രതിസന്ധി തൃശ്ശൂർ മുതൽ ഇതുവരെ പരിശോധിച്ചു. അപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? മെയിനായിട്ട് ഈ ലൈറ്റുകളാണ്. ട്രാഫിക് ലൈറ്റുകൾ കഴിയുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഒരുപാട് ട്രാഫിക് ലൈറ്റ് വെച്ചിരിക്കും. കഴിയുന്നത് ഒഴിവാക്കുകയും ട്രാഫിക് ലൈറ്റിൻ്റെ നാഷണൽ ഹൈവേയിലുള്ള ഗ്രീൻ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാനാണ്. സൈഡ് റോഡുകളിൽ നിന്ന് കുറച്ചുകൊണ്ട് ഇത് അവർ ഒരു ടൈമിംഗ് ഒന്നും നോക്കാതെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഏതാണ്ട് ഒരേ ടൈം അങ്ങനെ പോകുന്നു, 2 മിനിറ്റ് 3 മിനിറ്റ്. അത് ഹൈവേയിൽ അത് വളരെ കുഴപ്പമാണ്. ഒരു ലോറി തന്നെ വന്ന് അതിനൊരു വലിയ ടാങ്കർ ലോറി വന്ന് അതിൻ്റെ ഗിയറൊക്കെ ഇട്ട് കയറി വരുമ്പോൾ തന്നെ ലൈറ്റ് പോകും. അപ്പോൾ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വിടാൻ പറ്റുന്ന സ്ഥലം, ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താനോട് തിരിയുന്ന ഭാഗം, അവിടെ ഒരു ലാസ്റ്റ് ട്രാക്കിൽ ഇടത്തോട്ട് വഴിയൊന്നുമില്ല. അപ്പോൾ ആ ലാസ്റ്റ് ട്രാക്കിൽ ത്രൂ ഔട്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ അങ്ങനെ പോകും. അങ്കമാലി കഴിഞ്ഞും ഇതേ പ്രശ്നമുണ്ട്. അങ്കമാലി ബസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വീണ്ടും കുരുക്കാണ്. അവിടെ ഇതുപോലെ ചെയ്യാൻ പോവുകയാണ്, നേരെ അങ്ങ് വിടാൻ പോവുകയാണ്. ചാലക്കുടിക്കും ഇങ്ങോട്ടും ഇടയ്ക്കുള്ള ലൈറ്റുകൾ, ട്രാഫിക് ലൈറ്റുകൾ ഒഴിവാക്കി റോഡ് ക്രോസിംഗ്. കാരണം സർവീസ് റോഡിൻ്റെ ഇച്ചിരി പ്രശ്നമുണ്ട്. ആ സർവീസ് റോഡ് ഇപ്പോൾ പണിയും. ഒരു കുടിവെള്ള പദ്ധതിയുടെ ഒരു പൈപ്പ് ലൈൻ പോകുന്നു. അപ്പോൾ അത് ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി മിനിസ്റ്ററോട് സംസാരിച്ചിട്ട് ഉടനെ തന്നെ ആ വർക്ക് ചെയ്താൽ നാഷണൽ ഹൈവേ ഈ സർവീസ് റോഡ് അങ്ങ് ചാലുവാക്കും. ആയിക്കഴിഞ്ഞാൽ അതുവഴി കറങ്ങി വരാം. പിന്നെ പോട്ടയിലാണ് അടുത്ത പ്രശ്നം. പോട്ടയിൽ വരുമ്പോൾ ഇതുപോലെ ഒരു പോട്ടയിൽ ക്രോസിംഗ് ആണ്, ഭയങ്കര ആക്സിഡൻ്റാണ്. ഒരു വർഷത്തിനിടയിൽ 6 മരണമാണ്. ആളുകൾ ഹൈവേയിലേക്ക് കയറുന്നു, അവിടെ ബ്ലൈൻഡ് സ്പോട്ടാണ്, വന്ന് ഇടിച്ചങ്ങ് കാരണം തൃശ്ശൂരിൽ നിന്ന് വരുന്നവർ വളരെ വേഗത്തിലാണ് വരുന്നത്. അപ്പോൾ അവർ വന്ന് സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാനൊക്കത്തില്ല. പെട്ടെന്ന് ലാസ്റ്റ് ലെഫ്റ്റ് ലൈൻ ട്രാക്കിലേക്ക് ഒരു വണ്ടി പെട്ടെന്ന് കയറിയാൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാനാണ്. ഈ സ്റ്റേറ്റ് ഹൈവേയിൽ ഒരുപാട് സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചിട്ടാണ് ഈ നിർദ്ദേശത്തിലേക്ക് പോകുന്നത്? അല്ല, അങ്ങനെ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. വേറെ എവിടെ നിന്നാണ് വരുന്നത്? ബാക്കിയെല്ലാം പിന്നെ നമ്മൾ പിന്നെ ക്യാംകോ ജംഗ്ഷനിൽ വരുമല്ലോ, അവിടെ വരുമ്പോഴേക്കും വരുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നൊരു വഴി വന്നാണ്. എയർപോർട്ടിൽ പോകാനായിട്ട് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് വെറും 16 മുതൽ 20 സെക്കൻഡ് വരെയാണ് കിട്ടുന്നത് അങ്ങോട്ട് തിരിയാനായിട്ട്. ആ ഡ്യൂറേഷൻ കൂട്ടാൻ പോവുക. എയർപോർട്ടിൽ നിന്ന് വരുന്ന ആളിന് പതുക്കെ പോയാലും മതി, പക്ഷേ എയർപോർട്ടിലേക്ക് പോകുന്ന ആൾ പെട്ടെന്ന് പോകണം, ടെൻഷനിലായിരിക്കും അവർ. അപ്പോൾ അവർക്ക് പോകാൻ കൂടുതൽ സമയം കൊടുക്കും. ആ എയർപോർട്ടിൻ്റെ അവിടെ വന്ന് എല്ലാവരും കൂടെ വന്ന് ഇക്കായിരിക്കും വേണ്ടി സ്ട്രെയിറ്റ് വിടാൻ പോകാം. സ്ട്രെയിറ്റ് വിട്ടിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കും. നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് കൊണ്ടുവരെല്ലാം ഒരു ലൈനിൽ ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റ് ലൈൻ ഫ്രീ ആയിട്ട് വിടാൻ പോകും. അപ്പോൾ അതിൽ കൂടെ അങ്ങോട്ട് പോകും. അവിടെ ഒരു ഡിവൈഡർ വയ്ക്കും, അതിനിടയിൽ ഇങ്ങനെ ഒരു മാർക്ക് വെച്ച് തൽക്കാലം ഒരാഴ്ച നമ്മൾ ട്രയൽ നോക്കിയിട്ട് പതുക്കെ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രില്ല് വെച്ചിട്ട് ആ ലൈൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകേണ്ടവർ മാത്രമേ വലതുവശ ട്രാക്കിലുണ്ടാവൂ. അപ്പോൾ അവർക്ക് കുറച്ചൊരു ഡ്യൂറേഷൻ കൊടുക്കും. എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്ക് ഫ്രീ ലെഫ്റ്റ് ഉണ്ട് എറണാകുളത്തേക്ക്. എയർപോർട്ടിലേക്ക് വരുന്ന അങ്കമാലി ഭാഗത്ത് ഫ്രീ ലെഫ്റ്റ് ഉണ്ട്. പിന്നെ എയർപോർട്ടിൽ നിന്ന് മടങ്ങുന്നവരാണ്, അവർക്ക് ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല. സംസ്ഥാനത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഡ്രൈവിംഗ് ട്രാക്കുകൾ ഒരുപാട് നടപ്പാക്കിയതാണ്. അതെല്ലാം തുടങ്ങിയെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുവെങ്കിലും അത് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഒരു 2 മാസത്തിനുള്ളിൽ അത് ചാലുവാക്കും. 2 മാസം, കാരണം ഞങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ടെൻഡർ വിളിക്കുകയാണ്. നമ്മൾ ഒരു മാസം നമ്മൾ ടെൻഡർ വിളിക്കുക, നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിന് പങ്കുവയ്ക്കാനും കഴിയുന്ന രീതിയിൽ ഒരു ടെൻഡർ ഉടനെ വരും. ടെൻഡർ വന്ന് ആർക്കായാലും സർക്കാരിന് കൂടുതൽ നേട്ടം തരുന്ന ഈ സൗകര്യം കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. ചിലത് തീർന്നതെല്ലാം എറണാകുളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒന്ന് വൈറ്റിലെയും ഒന്ന് എടപ്പള്ളിയുമാണ്. വൈറ്റിലെ ഒരു രക്ഷയില്ല. അപ്പം ഈ ബ്ലോക്ക് പ്രതിസന്ധി ഇനി എടപ്പള്ളി നമ്മൾ ഇന്ന് നോക്കുന്നില്ല, വേറെ ദിവസം എടപ്പള്ളി നോക്കുന്നു. വൈറ്റിലെ കാര്യങ്ങൾ എന്തെങ്കിലും? വൈറ്റിലെയും താഴെയുള്ളൊരു പ്രശ്നമാണ്. പാലം ഉള്ളതുകൊണ്ട് വൈറ്റിലെ പ്രശ്നമില്ല, മേളിക്കൂടിയും പോരും. പക്ഷേ പിന്നെ എറണാകുളം ടൗണിൽ നിന്ന് വരുന്നവർക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകുന്നിടത്ത് ഒരു കൺജഷൻ ബോട്ടിലിനൊക്കെ ഉണ്ട്. അത് പഠിച്ചിട്ട് പറയും. ഓക്കെ, അത് പഠിക്കാൻ. അവിടെ ഈ കടന്നു വരുന്നിടത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. അങ്കമാലിയിലും ഇതുപോലെ ബസ് സ്റ്റേഷന് മുമ്പിൽ ഒരു വണ്ടിയും പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്കമാലി ബസ് സ്റ്റേഷൻ അപ്പുറത്തെ ലൈറ്റ് മുതൽ അങ്കമാലി ബസ് സ്റ്റേഷൻ കഴിഞ്ഞ് അങ്കമാലി ജംഗ്ഷൻ വരെ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി ഇടാൻ സമ്മതിക്കില്ല. പാർക്കിംഗ് ഇല്ല. പാർക്കിങ്ങിൽ പോലീസ് കർശനമായ നടപടിയെടുക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കർശനമായ നടപടിയെടുക്കും.